നമ്മുടെ ക്യാമ്പസുകളിൽ വിദ്യാർത്ഥികൾ തമ്മിൽ സംഘർഷമുണ്ടാകുന്നത് എല്ലാ തരത്തിലും നിർഭാഗ്യകരമായ കാര്യമാണ്. ഇതുണ്ടാകാൻ പാടില്ല എന്ന് തന്നെയാണ് സർക്കാരിൻ്റെ വ്യക്തമായ അഭിപ്രായം. ഇത്തരം സംഘർഷങ്ങൾ ഉണ്ടാകുമ്പോൾ ക്രമസമാധാന പരിപാലനത്തിൻ്റെ ഭാഗമായി പോലീസ് ആവശ്യമായ ഇടപെടലുകൾ നടത്തേണ്ടി വരും. ക്യാമ്പസുകളിൽ സംഘർഷാവസ്ഥ സംജാതമാകുന്ന സ്ഥിതി ഉണ്ടാകാതിരിക്കാൻ വിദ്യാർത്ഥി സംഘടനകളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ അധികൃതരും ആവശ്യമായ പരിശ്രമങ്ങൾ നടത്തേണ്ടതുണ്ട്. സർ, സംഘർഷങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെ സങ്കുചിത രാഷ്ട്രീയ കാഴ്ചപ്പാടോടുകൂടി മാത്രം കണ്ടുകൊണ്ട് ഒരു പ്രത്യേക വിദ്യാർത്ഥി സംഘടനയെ താറടിക്കാനുള്ള തത്രപ്പാട് അത് പ്രശ്നങ്ങളെ ഒന്നുകൂടി വഷളാക്കാനാണ് ഇടയാക്കുക. സംഘർഷത്തിന് ഉത്തരവാദി ആരാണ്? സംഭവങ്ങളുടെ നിജസ്ഥിതി എന്താണ്? ഇതെല്ലാം അന്വേഷിച്ച് കണ്ടെത്തുന്നതിന് മുൻപ് തന്നെ പക്ഷപാതപരമായ വിധിയെഴുത്ത് നടത്തുന്നത് ഒഴിവാക്കപ്പെടേണ്ടതാണ്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ സമാധാനം നിലനിർത്താനുള്ള ശ്രമങ്ങളെ തുരങ്കം വെക്കുന്ന സമീപനമായിട്ടാണ് അത് മാറുക. സർ, ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ക്രിയാത്മകമായ ഇടപെടലുകൾ നടത്തി ഗുണമേന്മ വർദ്ധിപ്പിക്കാനുള്ള സംസ്ഥാന സർക്കാരിൻ്റെ പരിശ്രമങ്ങൾക്ക് നല്ല ഫലം വന്നു തുടങ്ങിയിട്ടുണ്ട്. നാക് അക്രഡിറ്റേഷനിലും NIRF റാങ്കിങ്ങിലും കേരളത്തിലെ സർവകലാശാലകളും കോളേജുകളും മുൻനിരയിൽ നിൽക്കുന്നു. ഈ അഭിമാനകരമായ വസ്തുതയെ തമസ്കരിച്ചുകൊണ്ടാണ് ക്യാമ്പസുകളിലാകെ ഗൂണ്ടാ വിളയാട്ടമാണെന്ന പ്രചാരണം നടത്തുന്നത്. മരം കണ്ട് കാട് കാണുന്നില്ല എന്നുള്ള അവസ്ഥയുണ്ടാക്കരുത്. ഇവിടെ ഒരിടക്ക് ക്യാമ്പസുകളിൽ രാഷ്ട്രീയം പാടില്ല എന്ന് വരെ ചിലർ അഭിപ്രായപ്പെടുകയുണ്ടായി. കേരള സംസ്ഥാന രൂപീകരണത്തിന് ശേഷം അധികാരത്തിൽ വന്ന ആദ്യത്തെ ഗവൺമെൻറ് നടപ്പിൽ വരുത്തിയ പുരോഗമനപരമായ പല പരിഷ്കരണങ്ങൾക്കുമെതിരെ സ്കൂൾ കോളേജ് വിദ്യാർത്ഥികളെ തെരുവിലിറക്കിയത് ചരിത്രത്തിൻ്റെ ഭാഗമായുള്ള കാര്യമാണ്. അപ്രകാരം പിന്തിരിപ്പൻ ശക്തികളുടെ അജണ്ട നടപ്പിലാക്കാൻ സർവാത്മനാ പിന്തുണ നൽകിയവരാണ്. അവരുടെ ആശയങ്ങൾക്ക് വിദ്യാർത്ഥികളുടെ ഇടയിൽ അംഗീകാരം ലഭിക്കാതെ വന്നപ്പോൾ ക്യാമ്പസിലെ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനങ്ങൾക്കെതിരെ വാളോങ്ങിയത്. എന്നാൽ ക്യാമ്പസിലെ സംഘടന അപലപനീയവും അനഭിലഷണീയവുമാണ്. ഇക്കാര്യത്തിൽ ഉത്തരവാദികളായവർ നടപടികൾ നേരിടുകയും വേണം. എന്നാൽ ഒരു പ്രത്യേക സംഘടനയിൽ എല്ലാ കുറ്റങ്ങളും ചാർത്തി വസ്തുതകളെ വക്രീകരിക്കുന്ന നടപടി ഉണ്ടാകാൻ പാടില്ല. ഒരു വിദ്യാർത്ഥി കൊല്ലപ്പെട്ടപ്പോൾ ആ ചെറുപ്പക്കാരനുൾപ്പെട്ട വിദ്യാർത്ഥി സംഘടനയുടെ ലേബൽ അടിസ്ഥാനപ്പെടുത്തി മരണം ഇരന്നു വാങ്ങിയതാണെന്ന അഭിപ്രായം ഒരു മുതിർന്ന നേതാവ് പറഞ്ഞത് ഇവർക്ക് നല്ല ഓർമ്മയുള്ള കാര്യമാണ്. അതിനെ ചെറിയ തോതിലെങ്കിലും അപലപിക്കാൻ നിങ്ങൾ ആരെങ്കിലും തയ്യാറായോ? ഇത്തരം സമീപനങ്ങളാണ് ക്യാമ്പസുകളിലെ സംഘർഷങ്ങൾക്ക് ത്വരകമായി മാറുന്നത്. പക്ഷപാതപരമായി മാത്രം കാര്യങ്ങളെ വിശകലനം ചെയ്ത് അവതരിപ്പിക്കുന്നതിന് സങ്കുചിത രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ടാകാം. സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അത്തരം ഒരു ഉദ്ദേശവും അംഗീകരിക്കാൻ കഴിയില്ല. വിദ്യാർത്ഥികൾ തമ്മിലുണ്ടാകുന്ന സംഘർഷങ്ങൾ വഴിവിട്ടു പോകാതിരിക്കാൻ രാഷ്ട്രീയ നേതൃത്വവും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ അധികൃതരും ക്രമസമാധാന പാലകരും ഒരുമിച്ച് പരിശ്രമങ്ങൾ നടത്തണം. അതിലൂടെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ കൂടുതൽ ഗുണമേന്മയുള്ളതാക്കണമെന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ സമാധാനപരമായ അന്തരീക്ഷം നിലനിൽക്കേണ്ടത് പഠനത്തിൻ്റെയും പാഠ്യേതര പ്രവർത്തനങ്ങളുടെയും സുഗമമായ മുന്നോട്ട് പോക്കിന് അനിവാര്യമാണ്. ഇത് നിലനിർത്താൻ സർക്കാർ നടത്തുന്ന ശ്രമങ്ങളോട് ഒപ്പം ഉണ്ടാകണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുന്നു. ഇത് സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യേണ്ട കാര്യമില്ല എന്നുകൂടി ഇതോടൊപ്പം അറിയിക്കട്ടെ.